നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഏറെ ദുരിതമനുഭവിച്ചത് നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. എവിടെ നോക്കിയാലും ഇന്ത്യക്ക് വിലക്ക്. റെഡ് ലിസ്റ്റിലാണെങ്കിൽ ഇന്ത്യയും. അങ്ങനെ പല കടമ്പകൾ താണ്ടി പ്രവാസികൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ അന്താരാഷ്ട്ര യാത്രകൾക്കുള്ള വിലക്ക് നീക്കിയത്. അങ്ങനെ യാത്രകൾ കൂടുതൽ സുഗമമാകുമ്പോഴും മറ്റുള്ള കടുത്ത നിബന്ധനകളുമായി ഗൾഫ് രാഷ്ട്രങ്ങളും രംഗത്തെത്തുന്നു. പ്രവാസികൾക്ക് ഇത്രയേറെ നിബന്ധന ഏർപ്പെടുത്തുന്നത് എന്തിനാണ്? അങ്ങനെ ഇതാ ഈ മാസം 14 മുതൽ ഖത്തറിൽ ഓൺ അറൈവൽ വിസയിൽ പ്രവേശിക്കണമെങ്കിൽ തന്നെ ഹോട്ടൽ താമസ ബുക്കിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഖത്തർ. ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് ഏറെ തിരിച്ചടിയായി മാറും. ആഭ്യന്തര മന്ത്രാലയമാണ് ഓൺ അറൈവൽ വിസക്കാർക്ക് പുതിയ നിബന്ധന ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓൺ അറൈവൽ വിസയിലെത്തുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾ ഡിസ്കവർ ഖത്തർ മുഖേന മാത്രമേ ഹോട്ടൽ ബുക്കിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. ഖത്തർ എയർവേസിന്റെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഡിവിഷനായ ഡിസ്കവർ ഖത്തർ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദവിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഖത്തറിലേക്ക് ഓൺ അറൈവൽ വിസയിലെത്തുന്ന ഇന്ത്യക്ക് പുറമെ ഇറാൻ, പാകിസ്ഥാൻ പാസ്പോർട്ട് ഉടമകൾക്കും പുതിയ വ്യവസ്ഥ ബാധകമാണ്. ഏപ്രിൽ 14 മുതൽ ഓൺ അറൈവൽ വിസയിൽ ഖത്തറിലുള്ള കുടുംബത്തെ സന്ദർശിക്കാനാണ് എത്തുന്നതെങ്കിൽ പോലും എത്ര ദിവസമാണോ ഖത്തറിൽ താമസിക്കുന്നത് അത്രയും ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാണ്. ബുക്കിംഗ് ദിവസങ്ങൾ അനുസരിച്ചാണ് വിസ കാലാവധി അനുവദിക്കുന്നത്. കുറഞ്ഞത് 2 ദിവസം മുതൽ പരമാവധി 60 ദിവസം വരെ ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. ഹോട്ടൽ ബുക്കിംഗ് രേഖ മാത്രമല്ല, ഓൺ അറൈവൽ വിസയുടെ മറ്റ് വ്യവസ്ഥകളും യാത്രക്കാർ പാലിച്ചിരിക്കേണ്ടതാണ്. അതേസമയം ഹോട്ടൽ ക്വാറന്റൈൻ ബുക്കിംഗും ഓൺ അറൈവൽ ഹോട്ടൽ ബുക്കിംഗും തമ്മിൽ ബന്ധമില്ല. ഇന്ത്യയിൽ നിന്നെത്തുന്നവരിൽ ഖത്തറിൽ ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവർ ക്വാറന്റൈന് വേണ്ടി ഡിസ്കവർ ഖത്തർ മുഖേന പ്രത്യേക ബുക്കിംഗ് നടത്തുകയും വേണം. ഓൺ അറൈവൽ ഹോട്ടൽ ബുക്കിംഗിൽ ഭേദഗതി വരുത്താൻ അനുമതി നൽകിയിട്ടില്ല. എന്നാൽ ബുക്കിംഗ് റദ്ദാക്കണമെങ്കിൽ ദോഹയിൽ എത്തിച്ചേരുന്നതിന് 48 മണിക്കൂർ മുമ്പ് അപേക്ഷ നൽകണം. 100 റിയാലാണ് റദ്ദാക്കൽ ഫീസ്. വിമാന കമ്പനി സർവീസ് റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുക, യാത്രക്കാരന്റെ കോവിഡ് PCR പരിശോധന പോസിറ്റീവ് ആകുക, ഖത്തറിലെത്തുമ്പോൾ നിശ്ചിത കാരണങ്ങളാൽ ഓൺ അറൈവൽ വിസ അധികൃതർ അനുവദിക്കാതിരിക്കുക, ഖത്തറിന്റെ പ്രവേശന വിസയിൽ എന്തെങ്കിലും മാറ്റം വരിക എന്നീ കാരണങ്ങളിൽ മാത്രമേ ബുക്കിംഗ് റദ്ദാക്കാൻ അനുവദിക്കുകയുള്ളൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.